അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലിയ സങ്കടം തോന്നുന്നൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, സമസ്ത EK വിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഷജറയും അതുപോലെ തന്നെ സുഹാബികൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് രണ്ട് വിഭാഗവും തമ്മിലടിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, സുൽത്താൻ ഉലമ AP ഉസ്താദൊക്കെ അന്ന് തീരുമാനമെടുത്ത് സമസ്തയിൽ നിന്ന് അവിടുന്ന് ഇറങ്ങിപ്പോന്ന് യഥാർത്ഥ സമസ്തക്ക് രൂപം കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ, അവരും ഇന്ന് അതിലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ദീർഘവീക്ഷണമുള്ള നമ്മുടെ പണ്ഡിത നേതൃത്വം, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉസ്താദ് അവർകൾ, ഉള്ളാൾ തങ്ങൾ പാപ്പ അവിടുന്ന് ഇറങ്ങിപ്പോന്നില്ലായിരുന്നെങ്കിൽ, ഭൂരിപക്ഷത്തെ അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം ദീനിനെതിരാണെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഇറങ്ങിപ്പോന്നിട്ടില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ? സമസ്ത എന്ന് പറയുന്ന വിഷയം സ്വാഭാവികമായിട്ടും ഷജറയായിട്ടും സ്വഹാബികളായാലും ഒക്കെ ലീഗുമായി ബന്ധപ്പെടാതെ, ലീഗിൻ്റെ നേതൃത്വം അംഗീകരിക്കാതെ അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ലീഗ് അതിൻ്റേതായ തനിനിറം കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും അതിന് താഴ്ന്നു കൊടുക്കുകയല്ലാതെ അവർക്ക് പരിഹാരവുമില്ല. പരിഹാരം ഉണ്ടാവണമെങ്കിൽ താഴ്ന്നു കൊടുക്കണം. നേരെ മറിച്ച് അൽഹംദുലില്ലാ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ഒരു ബന്ധവുമില്ല, അടുപ്പവുമില്ല, അകൽച്ചയുമില്ല. എല്ലാവരോടും സമദൂര സിദ്ധാന്തം പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ AP ഉസ്താദും ഉള്ളാൾ തങ്ങൾ പാപ്പയും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇന്നത്തെ അവസ്ഥ? സുന്നത്ത് ജമാഅത്ത് പറയാൻ ആളില്ലാണ്ട് വരുമല്ലേ? ഈ ഒരവസ്ഥ വരുന്നതിനെ തൊട്ട് പാണക്കാട് കുടുംബത്തിൽ വെച്ച് നടന്നില്ലെങ്കിൽ പ്രശ്നം, നടന്നാ പ്രശ്നം, എല്ലാം കൂടിയായിട്ട് ആകെ കൊളാബറേഷനായി കിടക്കുകയാണ്. അൽഹംദുലില്ലാ ഇന്ന് നമുക്ക് സ്വന്തമായി കാലിൽ നിൽക്കാൻ ആരുടെയും തുണയില്ലാതെ അഭിമാനത്തോടെ സുൽത്താൻ ഉലമ അൽഹംദുലില്ലാ പിടിച്ചു നിന്നല്ലോ. എന്തൊരു സന്തോഷമാണത്. ഈ ഒരവസ്ഥ നമുക്കില്ലായിരുന്നെങ്കിലൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ? അല്ലാഹു തആല സുൽത്താൻ ഉലമയ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ.